കാസർഗോഡ് തൃക്കരിപ്പൂർ എടച്ചാക്കിയ അഴീക്കാട് ശൈശവ വിവാഹത്തിനിരയായ പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന് ബാലാവകാശ കമ്മീഷൻ. ഇത് സംബന്ധിച്ച് പൊതുപ്രവർത്തകൻ നൽകിയ പരാതി പരിഗണിക്കണമെന്ന് ഡിജിപിയോട് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 13 തൃക്കരിപ്പൂർ അഴീക്കൽ ജുമാ മസ്ജിദിലാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. സംഭവത്തിൽ പൊതുപ്രവർത്തകരുടെ പരാതിയെ തുടർന്നും ചൈൽഡ് ലൈനിന്റെ റിപ്പോർട്ടിനെ തുടർന്നും പോലീസ് 4 പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. എന്നാൽ മഹൽ ഖത്തീബിന്റെ മൊഴിയെടുത്തതല്ലാതെ മറ്റ് നടപടികളൊന്നും സ്വീകരിച്ചിരുന്നില്ല. ഇതിനിടെയാണ് ശൈശവ വിവാഹത്തിനിരയായ പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന പൊതുപ്രവർത്തകന്റെ പരാതി ഫയലിൽ സ്വീകരിക്കണമെന്ന് ഡിജിപിയോട് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പെൺകുട്ടി നിലവിൽ ശൈശവ വിവാഹം നടത്താൻ കൂട്ടുനിന്ന രക്ഷിതാക്കൾക്കൊപ്പമാണ്. ഇത് നിയമവിരുദ്ധമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പെൺകുട്ടിയെ സർക്കാരിന്റെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്നാണ് പൊതുപ്രവർത്തകന്റെ പരാതി. ബാലവിവാഹം നടത്തിക്കൊടുത്ത ആളുകളുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ കുട്ടി താമസിക്കുന്നത്. അത്തരം കാര്യങ്ങൾ നിയമപരമായി ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല. സർക്കാരിന്റെ സംരക്ഷണയിൽ കുട്ടിയെ മാറ്റുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറോ അതോ ജില്ലാ ഭരണകൂടമോ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. കുട്ടിയുടെ സ്വതന്ത്രമായ മൊഴി ഈ കേസിൽ വളരെ പരമപ്രധാനമായിട്ട് ഉള്ളതാണ്. അത്തരം കാര്യങ്ങളിലേക്ക് പോലീസ് കൃത്യമായി പോകുന്നില്ല. ഒരു പ്രിലിമിനറി കുട്ടിയുടെ ഒരു മൊഴി രേഖപ്പെടുത്തി 4 ആളുകൾ ഈ കേസിന്റെ അകത്ത് ഉൾപ്പെടുത്തി എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത്. അത്തരം കാര്യങ്ങളല്ല ചെയ്യാനുള്ളത്. ഇനിയും 10ഓളം പ്രതികൾ തന്നെ ഈ കേസിൽ വരാനുണ്ട്. ആ വരാനുള്ള പ്രതികളുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ കുട്ടി താമസിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം കഴിച്ച യുവാവ് രാജ്യം വിട്ടെന്നാണ് വിവരം. പെൺകുട്ടിയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി സ്വതന്ത്രമൊഴിയും തെളിവുകളും ശേഖരിക്കണമെന്നാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആവശ്യപ്പെടുന്നത്. ന്യൂസ് മലയാളം, കാസർഗോഡ്.